കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 30,000-ലധികം ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തവണ അത് 19,000-ലേക്ക് കുറയുകയാണ്. അതേപോലെ തന്നെ KWA അതേപോലെ തന്നെ KWA ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 പോസ്റ്റിലൊക്കെ വലിയ തോതിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രത്തോളം തന്നെ ഇത്തവണയും അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കേരള PSCയുടെ പുതിയ ട്രെൻഡും എത്രത്തോളം ആളുകൾ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. അപ്പോൾ കേരള PSCക്ക് നമ്മൾ നൽകിയിട്ടുള്ള ഒരു RTIയുടെ റിപ്ലൈ ആണ് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നൽകിയ RTI എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഒരു പോസ്റ്റുകളിലായിരുന്നു. അപ്പോൾ അതിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ തസ്തിക നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19,335 ഉദ്യോഗാർത്ഥികളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത്തവണ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും അത് ഡിപ്ലോമയും ITIയും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റി, ബിടെക് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റ് ആയിട്ടും അത് 19,000-ലേക്ക് എത്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് നമ്പർ ഓഫ് അപ്ലിക്കൻസ് കുറഞ്ഞത് കൊണ്ട് തന്നെ ഇതൊരു അവസരമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. അപ്പോൾ KWA ഓപ്പറേറ്ററിൽ നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ അതിൻ്റെ ഒരു സാലറി സ്ലിപ്പൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടായിരുന്നു. KWA ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു എൻട്രി ലെവൽ ജോബ് തന്നെയാണ്. എന്നാൽ ഈ എൻട്രി ലെവൽ ജോബിൻ്റെ ഒരു വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള ഒരു ജോബ് അല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഒരു പക്ഷേ മറ്റ് എക്സാമുകൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ലെവലിലുള്ള, അതായത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈം കിട്ടുന്ന ഒരു പോസ്റ്റിനാണ് KWA ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എൻട്രി ലെവൽ ജോബിലേക്കുള്ള അപ്ലിക്കൻസിൻ്റെ ആണ്, അതായത് ഇലക്ട്രിക്കലും മെക്കാനിക്കലും ITIയും ഡിപ്ലോമയും ബിടെക്കും കഴിഞ്ഞ എല്ലാ ആളുകളും അപ്ലൈ ചെയ്തിട്ടും കേവലം 19,000 എന്ന് പറയുന്ന ഒരു ചെറിയ നമ്പറിലേക്കാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇനി KWA അസിസ്റ്റന്റ് എഞ്ചിനീയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിവിലും മെക്കാനിക്കൽ കെമിക്കലൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 30,222 മാത്രമേ വന്നിട്ടുള്ളൂ. അവിടെയും വലിയ തോതിൽ നമ്പർ കുറഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി KWA ഡ്രാഫ്റ്റ്സ്മാൻ ആണെങ്കിൽ 26,185 എന്ന് പറയുന്ന നമ്പറിലാണ്. ഇതിലൊരു വ്യത്യാസമുള്ളത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറാണ്. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൽ കഴിഞ്ഞ പ്രാവശ്യം 74,000 ആണെങ്കിൽ ഇത്തവണ 75,000 എന്ന് പറയുന്ന നമ്പറിലേക്ക് പോയിട്ടുണ്ട്. ബാക്കിയുള്ള 3 പോസ്റ്റുകളിലേക്കും നമ്പർ ഓഫ് അപ്ലിക്കൻസ് കുറഞ്ഞപ്പോൾ ഇവിടെ ഒരല്പം നമ്പർ ഓഫ് അപ്ലിക്കൻസ് കൂടിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റിൻ്റെ ഗ്ലാമർ തന്നെയാണ്. അതായത് ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, ഒരു ഇൻസ്പെക്ടർ പോസ്റ്റ് ലഭിക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിലുള്ളത്. അതിൻ്റെ പോസ്റ്റിൻ്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം ഇത്രയധികം ആളുകൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം ഈ 75,000 പേരും ഇതിനു വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണോ? തീർച്ചയായിട്ടും അല്ല. ഈ 75,000-ൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഒരു 5,000 പേര് പോലും എന്ത് ചെയ്യില്ല, ഇതിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവില്ല. ജസ്റ്റ് പ്രൊഫൈൽ കണ്ട സമയത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സീരിയസ് പ്രിപ്പറേഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. ഇതിൽ പ്രത്യേകിച്ച് KWA ഓപ്പറേറ്ററൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഈ അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കോഴ്സസിലേക്കൊക്കെ നമ്മൾ എൻട്രിയുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻട്രിയുടെ ബാച്ചസ് അവൈലബിൾ ആണ്. KWA ഓപ്പറേറ്ററിൻ്റെ പുതിയ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലാതെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആവാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ്. 75,000 പേരൊക്കെ അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ എക്സാമാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കും നമ്മുടെ കോഴ്സ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലീഗൽ മെട്രോളജിയുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2026 ഒരു ഗവൺമെന്റ് എക്സാം നേടിയെടുക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങൾ നോക്കി 2026 ഇതിനോടകം തന്നെ ജാനുവരിയും ഫെബ്രുവരിയും ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ മാർച്ച് മാസത്തിലാണ് അല്ലേ, വളരെ പെട്ടെന്നാണ് സമയം കടന്നു പോകുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും ഈ എക്സാംസുകൾക്ക് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആണെങ്കിലും ശരി, KWA ഓപ്പറേറ്റർ ആണെങ്കിലും ശരി, എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും ലഭിക്കില്ല. അടുത്ത ഒരു 4-5 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഏറ്റവും മികച്ച സ്ഥലത്ത് തന്നെ നടത്തുക. അപ്പോൾ എൻട്രിയോടൊപ്പം പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.